അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമദാന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പുണ്യങ്ങളുടെ പൂക്കൾ ഇതാ കൊഴിഞ്ഞു തീരുന്നു. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും റിപ്പോർട്ടർ ടിവിയുടെ റമദാൻ കരീം. റമദാനിന്റെ വിശേഷങ്ങൾ 1000 നാവുകൾ കൊണ്ട് പറഞ്ഞാലും തീരില്ല. കടൽ മുഴുവൻ മഷിയാക്കി എഴുതിയാലും അവസാനിക്കില്ല. വല്ലാത്ത സാഹിത്യം വരുന്നുണ്ടല്ലോ, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ? അപ്പോൾ അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമദാനിൽ ആദ്യമായി റമദാൻ ടോക്ക്. അതിനായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു വോയിസ് ഓഫ് കേരളയുടെ പ്രോഗ്രാമിംഗ് ഡയറക്ടറായ യതീന്ദ്രൻ മാഷും പ്രമുഖ പണ്ഡിതനായ ബഷീർ നെന്മുണ്ടയും. റമദാൻ മാസത്തെക്കുറിച്ചും ഈ വ്രതവിശുദ്ധിയെക്കുറിച്ചൊക്കെ എന്താണ് മാഷുടെ ഒരു അഭിപ്രായം? ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള സത്യമത വിശ്വാസികൾ വ്രതാനുഷ്ഠാനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ വ്രതാനുഷ്ഠാന ചടങ്ങ് ഒരു അനിവാര്യതയായി, അതല്ലെങ്കിൽ ഒരു ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കുന്ന മതവിഭാഗമാണ് ഇസ്ലാം മതവിശ്വാസികളെന്ന് ഞാൻ കാണുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റംസാൻ മാസം. അന്ധതയുടെ അജ്ഞതയിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്ന ഒരു ജനസഞ്ചയത്തെ വിജ്ഞാനത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് നയിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പ്രപഞ്ചനാഥനായിട്ടുള്ള സർവശക്തൻ നരരാശിയെ പരിഷ്കരിപ്പിച്ച് സ്നേഹത്തിൻ്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ജീവിതത്തിൻ്റെ സമസ്തതല സ്പർശിയായ ഐഹികവും പാരത്രികവുമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ജീവിത സംസ്കരണം തന്നെ നടത്തുകയുണ്ടായി സത്യമതത്തിലൂടെ. ആ മതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസധാരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ വ്രതം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറ് പറഞ്ഞു ലോകത്ത് എല്ലാ ഭാഗത്തും മുസ്ലിമീങ്ങൾ റമദാൻ മാസം ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നുണ്ടെന്ന്. എന്താണ് മാഷയ്ക്ക് തോന്നിയത്? നാട്ടിലുള്ള റമദാനും ഇവിടെയുള്ള റമദാനുമായിട്ട് കൂടുതൽ എങ്ങനെയാണ് അതിനോട് മാഷയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം? ശരിയാ, ഞാനിവിടെ ഖത്തറിൽ വന്നിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് നാട്ടിൽ ഇഫ്താർ സംഗമങ്ങൾ ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അതിൽ പലതിലും പലപ്പോഴായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കണ്ട ഒരു പ്രത്യേകത, ഇവിടെ വ്രതവിശുദ്ധിയാണ് പൂർണ്ണാർത്ഥത്തിൽ പകൽ മുഴുവൻ. അത് ഈ വർഷമാകട്ടെ 15 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന സമയം. അതിനുശേഷം സന്ധ്യാബാങ്ക് കൊടുക്കുന്നതോടുകൂടി ഈ ഖത്തറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അറബികളും മറ്റുള്ള ആളുകളും ഒരുപാട് ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ സംഗമങ്ങളിലാകട്ടെ ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. അതൊരു വിചിത്രമായ അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരമാവധിയിൽ വാരിക്കോരി കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ അത് നീഗ്രോ എന്നോ ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൈനക്കാരനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. ഒരു സൂപ്രയ്ക്ക് ചുറ്റിലും ഇരുന്നിട്ട് തൊഴിലാളി ഉണ്ടാകും, വലിയ സമ്പന്നരുണ്ടാകും, അറബികളുണ്ടാകും, അനറബികളുണ്ടാകും. എല്ലാവരും ഒരു സൂപ്രയ്ക്ക് ചുറ്റിലും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അന്തരീക്ഷം എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നെ ഞങ്ങളെ കാണുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി വിശുദ്ധ റമദാൻ്റെ എല്ലാ വിധത്തിലുള്ള നന്മയും സർവശക്തൻ അവരിൽ വർഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കൂടെ ചെയ്യുന്നു. Hypermarkets and supermarkets, department store, wholesale and retail, restaurants. Al Rawabi Group of Companies, Doha, Qatar.
are moving to Sea Ring Road, Naseem Al Rabe Medical Center, Sea Ring Road, opposite to Gulf Times, Doha, Qatar. പ്രവാസികൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും വ്യാപകമായി കണ്ടുവരുന്ന രോഗം ഏതാണെന്നറിയാമോ? കഷണ്ടിയാണോ? കഷണ്ടിയൊന്നും ഇപ്പോൾ ഒരു രോഗമേ അല്ല. ഫഹദ് ഫാസിലൊക്കെ വന്നതോടുകൂടി കഷണ്ടി ഒരു സ്റ്റൈലായി മാറിയിരിക്കുക. പിന്നെന്താ? നമ്മൾ സാധാരണക്കാർ ഷുഗർ എന്ന് വിളിക്കുന്ന പ്രമേഹം അഥവാ ഡയബറ്റീസ്. അത് ഇത്ര മാരകമായ രോഗമാണോ? സൂക്ഷിച്ചില്ലെങ്കിൽ ഏറ്റവും അപകടകാരിയാണ് പ്രമേഹം. ലോകത്തിൽ ഓരോ 6 സെക്കൻഡ് കൂടുന്തോറും പ്രമേഹം മൂലം ഒരാൾ മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. എങ്കിൽ പിന്നെ നമുക്ക് അടുത്തതായി അൽറവാബി ഗ്രൂപ്പ് അഹ്ലൻ റമദാനിൽ ഹെൽത്ത് ടിപ്സ് ആയാലോ? നോമ്പ് കാലത്ത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ഇവിടെ എത്തുന്നു നസീം അൽ റബീഹ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ദീപക് ചന്ദ്രമോഹൻ. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ റമദാൻ കരീം. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കാര്യം പറയുമ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസ് വളരെ പൂറായിട്ടുള്ള ഷുഗർ കൺട്രോൾ ഉള്ളവരെയും നോയമ്പെടുക്കുന്നതിൽ കുറച്ച് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവർക്ക് നോർമലി തന്നെ ഷുഗർ കൺട്രോൾ ക്ലിയർ അല്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവരുടെ മരുന്നുകളിലും അവരുടെ ചിട്ടകളിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉൾപ്പെടുത്തി വേണം ഇവരെ അഥവാ നോയമ്പെടുക്കുകയാണെങ്കിൽ തന്നെ നോക്കേണ്ടത്. അതിനുവേണ്ടി ഡയബറ്റിക് പേഷ്യൻസ് 2 മാസം മുൻപെങ്കിലും അവരുടെ ഡോക്ടറുമായിട്ട് മീറ്റ് ചെയ്ത് അവരുടെ ഗ്ലൈസീമിക് ലെവൽ, ഷുഗർ കൺട്രോൾ, മരുന്നിൻ്റെ റീഅഡ്ജസ്റ്റ്മെൻറ്റ് ഇതെല്ലാം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഡയബറ്റിസ് രോഗികൾ അഥവാ നോയമ്പെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ നോയമ്പ് സമയത്ത് ഷുഗർ ചെക്കിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറച്ചുകൂടെ കൂട്ടേണ്ടി വരും. അവരുടെ ഷുഗർ ലെവൽസ് 70 mg/dL താഴോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ ഹൈപ്പോഗ്ലൈസീമിയ, തലചുറ്റൽ, ക്ഷീണം, തളർച്ച, ചിലപ്പോൾ അബോധാവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ പിന്നീട് നോയമ്പ് തുടരുന്നതും അപകടകരമായിരിക്കും. അങ്ങനെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്യേണ്ടി വരും. ഷുഗർ ചെക്ക് ചെയ്തിട്ട് 70 mg/dL താഴോട്ട് റാൻഡം ബ്ലഡ് ഷുഗർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നോയമ്പ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. വെള്ളം കുടിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോയമ്പ് സമയത്ത്. തീർച്ചയായിട്ടും നോയമ്പ് എടുക്കുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ പാടില്ല. അല്ലാത്ത സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. പക്ഷെ അത് കുടിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം. 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിലോട്ട് പോകുന്നതാണ് 1 ലിറ്റർ വെള്ളം ഒരു ഇരിപ്പിന് തന്നെ കുടിച്ച് തീർക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വെള്ളമല്ലാത്ത മറ്റ് ഡ്രിങ്ക്സ്, അതായത് സ്വീറ്റൻഡ് ജ്യൂസസ്, ഇതൊക്കെ റമദാനിൽ വളരെ പോപ്പുലർ ആണ്. സ്വീറ്റൻഡ് ജ്യൂസസ്, അതുപോലെ കാർബണേറ്റഡ് ബ്രെവറേജസ്, കോള പോലുള്ള ഐറ്റംസ് ഇതെല്ലാം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാഫീൻ ഉള്ള ഐറ്റംസ്, പ്രത്യേകിച്ച് ഈ പവർ ഡ്രിങ്ക്സ്, ഇതെല്ലാം നോയമ്പ് സമയത്ത് പാടില്ല. ഇതെല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് പിന്നീടുള്ള സമയത്ത്, നോയമ്പെടുക്കുന്ന സമയത്ത് അത് പിന്നീട് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. പറഞ്ഞ് നോമ്പ് തീരാറായി. ശരിയാ, നമ്മളിപ്പോൾ നോമ്പിന്റെ അവസാനത്തെ 10ലേക്ക് എത്തി. ഇനിയിപ്പോൾ പെരുന്നാളിന്റെ തിരക്കായിരിക്കും. ഇപ്പോൾ പുറത്തേക്കിറങ്ങിയാൽ നോമ്പിന്റെയും പെരുന്നാളിന്റെയും ഒരുമിച്ചുള്ള തിരക്കാ. പലഹാരക്കടകളിലും പഴം പച്ചക്കറി വിപണികളിലും നോമ്പുതറ സാധനങ്ങൾക്കുള്ള തിരക്ക്. വസ്ത്രക്കടകളിലാണെങ്കിലോ പെരുന്നാൾ കൊടിയെടുക്കാനുള്ള തിരക്ക്. അടുത്തതായി ദോഹയിലെ നോമ്പ് പെരുന്നാൾ വിപണിയിലേക്ക് ക്യാമറ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് അഹ്ലൻ റമദാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റമദാൻ സൂക്ക്. ആദ്യമായി ഖത്തറിലെ പാരമ്പര്യവും പഴമയും പൈതൃകവും ഒത്തുചേരുന്ന സൂക്ക് വാക്കിഫിലെ വാണിജ്യ കാഴ്ചകളിലേക്ക്. സൂഖ് വാക്കിഫ് എന്നാൽ നിൽക്കുന്ന മാർക്കറ്റ്. ദോഹയിലെ മറ്റു മാർക്കറ്റുകൾക്കിടയിൽ എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന മാർക്കറ്റ് തന്നെയാണ് സൂഖ് വാക്കിഫ്. പരമ്പരാഗത വസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, സ്മരണികകൾ, മിഠായികൾ, വളർത്തുമൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവ വിൽക്കുന്ന നാടൻ കടകൾക്കൊപ്പം പ്രമുഖ റെസ്റ്റോറൻറ്റുകളും സൂഖ് വാക്കിഫിനകത്ത് കാണാം.
തങ്ങളുടെ പാരമ്പര്യത്തെയും പഴമയെയും മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഖത്തരികൾ വൈകുന്നേരങ്ങളിൽ ശീശ വലിക്കാനും വെടി പറയാനുമായി സൂഖ് വാഖഫിലെത്തുന്നു. Send money from City Exchange. City Exchange, Doha, Qatar. Arrogant Global, the next generation technology products and services that continue to innovate and deliver. Arrogant Global, the presence of prosperity helping you reach further. Technology matters. റയാൻ ഡെന്റൽ സെന്റർ സേവനത്തിന്റെ 4ാം വർഷത്തിലേക്ക് വരൂ. പുഞ്ചിരിയുടെ തിളക്കമാർന്ന ലോകത്തിലേക്ക് ഡോക്ടർ അബ്ദുൽ സമദിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, നൂതന ചികിത്സാ രീതികൾ, ദന്ത സംരക്ഷണം, സൗന്ദര്യ ചികിത്സ. റയാൻ ഡെന്റൽ സെന്റർ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് അൽ അബീദ് ഡെന്റൽ സെന്റർ സോ സിഗ്നലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റമദാനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈത്തപ്പഴങ്ങളാണ്. ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കൽ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിലെ റമദാൻ സൂക്കിൽ ഇനി നമ്മുടെ യാത്ര ഈത്തപ്പഴ വിപണിയിലേക്കായാലോ? ഖത്തറിലെ ഈത്തപ്പഴ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ഒമർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദോഹയിലെ പ്രമുഖ ഈത്തപ്പഴ വിപണന കേന്ദ്രമായ വാൾമാർക്സ് ട്രേഡിംഗിലാണ്. ലോകത്തെ 30ഓളം ഇനം ഈത്തപ്പഴങ്ങളുമായി ഖത്തർ നിവാസികളുടെ ഇഫ്താറുകളിൽ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് അൽവാനി ഡേറ്റ്സിൻ്റെ ഈ ഷോ. ഖത്തറിലെ ഈത്തപ്പഴ വിപണിയെ നമുക്ക് പരിചയപ്പെടുത്താൻ വാൾമാർക്സ് ട്രേഡിംഗിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീനുമായി നമുക്ക് സംസാരിക്കാം. ഷംസുക്ക, എത്ര തരം ഈത്തപ്പഴങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഈത്തപ്പഴങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്? സൗദിയിലെ ഈത്തപ്പഴങ്ങൾക്കാണ് മൊത്തത്തിൽ ആവശ്യക്കാർ ഏറെ ഉള്ളത്. സൗദിക്ക് പുറമെ UAE, ജോർദാൻ, ടുനേഷ്യ, പലസ്തീൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ ഈത്തപ്പഴങ്ങളും ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര തരം ഈത്തപ്പഴങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു കളക്ഷനിൽ? മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 30-ന് മുകളിൽ വിവിധ തരം ഈത്തപ്പഴങ്ങൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഈത്തപ്പഴങ്ങൾ ദോഹയിൽ അല്ലെങ്കിൽ ഖത്തറിൽ നിങ്ങൾ വിതരണം ചെയ്യുന്നത്? ഖത്തറിലെ ഒട്ടുമിക്ക ഹൈപ്പർ മാർക്കറ്റുകൾ, A ക്ലാസ് B ക്ലാസ്സുകളിൽ ഞങ്ങളുടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. കൂടാതെ ഖത്തർ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും പിന്നെ ഞങ്ങൾ വിവിധ മാളുകളിൽ ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട്. ഈ ഷോറൂം ഖത്തറിലെ സെൻട്രൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് മാർക്കറ്റിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ദോഹയിലെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും വളരെ അനായാസം ഇവിടേക്കുള്ള ആക്സസ് ഉള്ളതിനാൽ അധികം ആളുകളും ഇവിടെയും വരും. ഇപ്പോൾ ഒരുപാട് തരം ഈത്തപ്പഴങ്ങൾ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട് വരുന്ന ഈത്തപ്പഴം ഏതാണ്? ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഈത്തപ്പഴത്തിൽ ഇതാണ് അജ്വ. അജ്വ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഞങ്ങളുടെ കമ്പനി ഇത് പാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിൻ ഡിമാൻഡ് ഉള്ളത് അജ്വ ഈത്തപ്പഴമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി കഴിച്ച ഒരു ഈത്തപ്പഴമായതിനാൽ ഖുർആനിലും ഹദീസിലും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. പോരാതെ ഈ ഒരു പാക്കിങ് 7 പീസിന്റെ അജ്വ ഞങ്ങളെ കമ്പനി മാത്രം പാക്ക് ചെയ്യുന്നതാണ്. ഇതിൽ ഹദീസും ഖുർആനും പ്രത്യേകം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഈത്തപ്പഴങ്ങളെക്കാളേറെ ഞങ്ങളുടെ ഈത്തപ്പഴത്തിൽ അജ്വക്കുള്ള പ്രാധാന്യവും ആളുകൾക്ക് അതിലുള്ള സംതൃപ്തിയും വളരെ പ്രാധാന്യമാണ്. ഈ പാക്കിംഗ് തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും തോന്നുന്നു അല്ലേ? നോമ്പിനും പെരുന്നാളിനും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു സ്ഥലമാണ് ഹൈപ്പർ മാർക്കറ്റുകൾ. എന്നാൽ പിന്നെ അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിന്റെ റമദാൻ സൂക്കിൽ അടുത്തതായി ഒരു ഹൈപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളായാലോ?
ദോഹയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിലൊന്നായ ദോഹ അൽ റവാബി ഫുഡ് സെൻ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈദ് റമദാൻ ആഘോഷങ്ങൾ പൊടിപൊടിക്കാൻ അൽ റവാബി അതിൻ്റെ ഉപഭോക്താക്കൾക്കായി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഔട്ട്ലെറ്റ് മാനേജർ ഹാഷിമാണ്. ഇവിടെയുള്ള വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്താണ് അൽ റവാബി ഫുഡ് സെൻറ്റർ ഈ റമദാനിൽ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്? റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഫുഡ് സെൻറ്റർ എന്ന ലെവല് ഞങ്ങളെല്ലാ രാജ്യക്കാർക്കും വേണ്ടിയിട്ടും ഓൾമോസ്റ്റ് എല്ലാ പ്രത്യേകിച്ച് അറബികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുഡ് ഐറ്റംസ് കൂടുതൽ മൂവിങ് ഉള്ളത്. നോമ്പ് തുറ സമയം, അതേപോലെ അത്താഴം, അങ്ങനെ വരുന്ന എല്ലാ ടൈമിലുള്ള ഫുഡ് ഐറ്റംസുകളെല്ലാം ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. റമദാൻ സമയത്ത് കൂടുതലായിട്ട് പോകുന്ന സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ പേര് കത്തായിഫ്. അതെ, അറബികൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന സാധനമാണ്. ഇത് ഡെലിവറി വന്ന് ഉടനെ ചിലപ്പോൾ 10 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് സാധനം കാലിയാക്കും. അങ്ങനെ ഇത്ര മൂവിങ് ഉള്ള സാധനമാണ്. അതെ, ഡിമാൻഡുള്ള സാധനം. അതേപോലെ തന്നെ കുണാഫ ഇതിൻ്റെ പേര്, ഇതും സെയിം കാറ്റഗറിയിൽ പെടുന്ന സാധനം തന്നെയാണ്. അറബികൾ പ്രത്യേകിച്ച് അറബികൾ ഉപയോഗിക്കുന്ന സാധനം. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കായിട്ട് നോമ്പ് സമയത്തൊന്ന് നൈസ് പത്തിരി, ഇത് ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ നല്ല മൂവിങ് ആണ്. അതേപോലെ നാടൻ ചപ്പാത്തി വളരെ കുറക്കുന്ന സംഗതികളാണ്. അതെ അതെ അതെ, വളരെ ഈസി ആയിട്ട് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന ടോട്ടൽ എല്ലാ കസ്റ്റമറെയും ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫ്രൂട്ട്സ് സെക്ഷനിൽ ഞങ്ങൾ വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ് കിറ്റ്. ഇതിനാകുമ്പോൾ ഫുൾ പാക്കേജ് നോമ്പ് തുറ സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ കസ്റ്റമർക്ക് ഇതൊരു കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം അതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അൽ റവാബിയുടെ ഒരു യുണീക്ക് പ്രത്യേകതയാണ്. Al Raza Solutions presents Al Rawabi Group Ahlan Ramadan in association with Sulfur Chemicals, brought to you by Al Rawabi Group of Companies, Doha, Qatar. Powered by Naseem Al Rabi Medical Center, Doha, Qatar, in association with Argan Global, Doha. Al Zaman Exchange, Focus Medical Center, Helpline Services Printing Press, Rayan Dental Clinic, Zera Technologies, Zera United Oman, Green Print Qatar, Sulfur Cleaning and Hospitality, EcoFresh Hygiene, City Exchange, best compliments from gulfmalayali.com and gshopee.com. Focus Medical Center, highly facilitated medical center in Doha. General medicine, gynecology, pediatrics, orthopedics, ENT, physiotherapy തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. We focus on your better health. Focus Medical Center, Doha, Qatar. വിദൂരമാമെങ്കിലും നെഞ്ചാരെ എത്തിടും കാതര സ്നേഹമോടെ പുഷ്പിതവല്ലി മലരുകളാകവെ തേൻ ചൂടി നിന്നെ തേടുകയാ. അൽ സമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. കാലത്തിന് ജനങ്ങൾക്കുമൊപ്പം. Assalamualaikum. In this month Ramadan, I wish all my brothers and sisters in Qatar, around the world, a blessed holy Ramadan. എല്ലാവർക്കും റമദാൻ ആശംസകൾ. അല്ല, പെരുന്നാളിന് എടുത്തില്ലേ? ഡ്രസ്സ് എടുത്തോ? ഇല്ല, നാളെയോ മറ്റന്നാളോ പോണം. എന്താ നിന്റെ കാര്യം? ഞാനും എടുത്തില്ല. ഇക്കാക്കയ്ക്ക് ഇന്നലെ എടുത്തു.
ഇക്കാക്കയ്ക്ക് ബ്രാൻഡഡ് വസ്ത്രങ്ങളോടാണ് താല്പര്യം. അത് ശരിയാ. ഇപ്പോഴത്തെ തലമുറ വിലയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ബ്രാൻഡുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളിൽ തിരക്കേറെയാ. എന്നാൽ പിന്നെ അൽറവാബി ഗ്രൂപ്പ് അഹ്ലൻ റംലാനിലെ റംലാൻ സൂക്കിൽ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് പോയാലോ? റമദാൻ സൂക്കിലടുത്തതായി പെരുന്നാൾ വസ്ത്ര വിപണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രാൻഡ് വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്ന ദോഹയിലെ മാർക്ക് ജെൻസ് ഗാലറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള വിവിധതരം ബ്രാൻഡുകളെക്കുറിച്ചും വിപണിയിലെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചും മാർക്ക് ജെൻസ് ഗാലറിയുടെ മാനേജിംഗ് ഡയറക്ടർ അഷ്റഫ് കുറ്റിക്കണ്ടിയുമായി നമുക്ക് സംസാരിക്കാം. ഹായ്. ഓരോ പെരുന്നാളിലും ഓരോ ട്രെൻഡുകളാണ്. എന്താണ് ഈ പെരുന്നാളിന് നമ്മുടെ ട്രെൻഡ്? ഈ പ്രാവശ്യം ഒന്നിലധികം ട്രെൻഡുകളാണ്. ആ ട്രെൻഡുകൾ കംപ്ലീറ്റ് ഞാൻ ഈ കടയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, കാണാം. ട്രെൻഡി ഇതിൽപ്പെടുന്ന ഐറ്റംസാണ്. ഒരെണ്ണം ഇത്, പിന്നെ ഇതൊക്കെ കോട്ടൺ വെയറാണ്. ഇത് പിന്നെ ലിനൻ വെയർസ്, ഇതൊക്കെ ലിനൻ കളക്ഷൻസുകളാണ്. ഇതിൻ്റെ ഫർദർ ഒരുപാട് മോഡൽസുകൾ ഈ ഡിസ്പ്ലേയിൽ ചെയ്യാൻ പറ്റാത്തതും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചു വരുന്നത് മാത്രമല്ല, കസ്റ്റമേഴ്സ് വെരി ഹാപ്പിയാണ് അവർ. അതിലാണ് ഞങ്ങളെ സാറ്റിസ്ഫാക്ഷൻ. പിന്നെ സ്പൈക്കർ, ഇന്ത്യൻ ടെറൈൻ, ഓട്ടോ ബ്രാൻഡുകൾ, ഒരുപാട് ബ്രാൻഡുകൾ എല്ലാം ഓരോ സെക്ഷനായിട്ടാണ് ഞങ്ങൾ ഈ കടയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടെക്സ്റ്റൈൽസ് എല്ലാ കടയിലും പോലെയല്ല. ഞങ്ങൾ ഓൺലി ലിനൻ ക്ലബ്, ആദിത്യ ബിർള ലിനൻ ക്ലബ്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് കാണാം. ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ലിനൻ ക്ലബ് ഇറക്കുന്നത് 5 മോഡലാണ്. 1 മന്തിലുള്ള എല്ലാ മോഡൽസുകളും ഈ ഷോപ്പിലുണ്ട്. കസ്റ്റമർ ഞങ്ങളെ നോക്കി വരുന്ന വേറൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അത് പരിചയപ്പെടുത്താം. ഖത്തറിൽ പൊതുവെ ഈ ജോക്കിയുടെ സാധനം വളരെ കുറഞ്ഞ സാധനമേ കിട്ടത്തുള്ളൂ. ഏറ്റവും കൂടുതൽ എൻക്വയറി ഈ കടയിൽ ഈ ജോക്കിക്കാണ്. എല്ലാ മോഡലുകളും എല്ലാ സൈസും. Al-Rawabi Group of Companies, Doha, Qatar. നീ ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കണം എന്നാണ് പ്രവാചക കൽപ്പന. ഇനി ഖത്തറിലെ ഇഫ്താർ കാഴ്ചകളിലേക്കായാലോ? ഖത്തർ ഇന്ത്യ ഫ്രറ്റേണിറ്റി ഫോറം സംഘടിപ്പിച്ച വിവിധ സംസ്ഥാനക്കാരായ 2500ഓളം പേർ പങ്കെടുത്ത നോമ്പുതുറ ഉൾപ്പെടെയുള്ള ഇഫ്താർ കാഴ്ചകളിലേക്ക്. അതോടൊപ്പം അതിന്റെ പ്രസിഡന്റായ CK അബ്ദുള്ളയുടെ വാക്കുകളും കേൾക്കാം.
2008 ജനുവരിയിൽ നിലവിൽ വന്നതിനെ തുടർന്ന് ഖത്തർ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഓരോ വർഷവും ഈ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഖത്തറിലുള്ള ഔദ്യോഗിക ഏജൻസികളുമായി സഹകരിച്ച് ഇവിടുത്തെ ഔക്കാഫ് മന്ത്രാലയം, അതിൻ്റെ കീഴിലുള്ള ഫനാർ കൾച്ചറൽ സെൻറ്റർ, അതുപോലെ ഈദ് ചാരിറ്റി എന്ന ഇവിടുത്തെ ചാരിറ്റി സംഘടനയും സ്ഥാപനവുമായൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ പല ഇടങ്ങളിലായി നടത്തി വരാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് 2000-നും 3000-നും ഇടയ്ക്ക് ആളുകൾ ഓരോ വർഷവും പങ്കെടുക്കുന്ന ഇഫ്താറാണിത്. വളരെ വിജയകരമായി ഓരോ വർഷവും അതുപോലെ ഇത്തവണയും നമുക്ക് ഇത് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഔദ്യോഗിക ഏജൻസികളും സർക്കാർ ഏജൻസികളുടെയും ചാരിറ്റി സംഘടനകളുടെയൊക്കെ പിന്തുണയും സഹായവും ഇതിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ മലയാളി സംഘടനകളും കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അസോസിയേഷനുകളൊക്കെ അവരുടെയൊക്കെ സഹകരണവും പൂർണ്ണമായ പിന്തുണയും ഇതിന് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിജയകരമായി ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഖുർആൻ ഇറങ്ങിയത് ആ രാവിലത്രേ. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ആ രാവിൽ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നുകരാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അൽ റവാബി ഗ്രൂപ്പ് അഹ്ലൻ റമളാന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.